തൃപ്പൂണിത്തുറ എന്ന നാടല്ലേ. അപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൂടുതൽ ഒരുപാട് പേരുടെ ഒരു എനർജി, ഒരു സപ്പോർട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും പേര് നമ്മുടെ നാടാണെങ്കിലും നമുക്ക് സുപരിചിതരായ ഒരുപാട് പേരുണ്ടെങ്കിലും അപരിചിതരായ ഒരുപാട് പേരുടെ സ്നേഹം കൈപ്പറ്റാൻ പറ്റി 4 ദിവസം കൊണ്ട്. അതുകൊണ്ട് വളരെ ശുഭപ്രതീക്ഷയാണ്. ബാക്കിയെല്ലാം പിന്നെ 4-ാം തീയതിത്തെ ജനങ്ങളുടെ വിധിയും ദൈവത്തിൻ്റെ ഒരു വിധിയായിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. നമ്മൾ ഓരോ സ്ഥലത്ത് സന്ദർശിക്കുമ്പോഴും അവരുടെ ഓരോ സ്നേഹം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിപ്പോൾ ഇന്നലെ നമ്മൾ കുറേ പള്ളികളിൽ പോയി, പല സ്ഥലങ്ങളിൽ ഇന്നലെ ഒരു ഗ്രൗണ്ട് വിസിറ്റ് ചെയ്തു. ഒരുപാട് പേരുടെ വീടുകളിൽ മുഖ്യധാരയിലുള്ള പ്രവർത്തകരുടെ വീട്ടിൽ പോയി. എല്ലാവരും ഒരേപോലെ അവരുടെ വാത്സല്യം എനിക്ക് തരുന്നുണ്ട്. അവരുടെ വോട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പ് തരുന്നുണ്ട്. അവരെനിക്ക് വേണ്ടി നല്ല ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്ന ഉറപ്പ് തരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്കൊരു സന്തോഷം തന്നെയാണല്ലോ. നമ്മൾക്ക് ഒരു ജയിച്ച പ്രതീതി തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ ചെറുതിലെ അച്ഛന് ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പല വീടുകൾ ടൗണിൽ തന്നെ താമസിച്ച് മാറുമായിരുന്നു. അപ്പം ഞാൻ ഏത് വീട്ടിൽ പോയാലും അവിടെ നിന്ന് ഒരു 20 വീട് ഇങ്ങോട്ടും 20 വീട് അങ്ങോട്ടും എനിക്ക് എല്ലാവരെയും പരിചയമാണ്. അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പോലും ഞാനാണ് സമയം കണ്ടെത്തി ചെയ്തു കൊടുക്കുക. അപ്പം എല്ലാ കോർഡിനേഷനും, അത് അടുത്ത് കൂടെ പോണ വയ്യാവേലിയും തലവേദനകളും എല്ലാം ഞാൻ എടുത്ത് എൻ്റെ ഒരു വീട്ടിലെ പ്രശ്നം എൻ്റെ പ്രശ്നം എന്നുള്ള രീതിയിൽ ഞാൻ തീർത്ത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ എപ്പോഴും ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പോകുമ്പോൾ ഇവളുടെ കോർഡിനേഷൻ, ഇവള് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ആയിത്തീരും എന്നിങ്ങനെ എപ്പോഴും പറയും. അപ്പോൾ ആ വാചകങ്ങൾ സത്യമായ പോലെയാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അത് സത്യമാവട്ടെ, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ആഗ്രഹം, ഒരു മാനിഫെസ്റ്റേഷൻ അത് സത്യമാവട്ടെ. അല്ലാതെ അച്ഛന് ഒരുപക്ഷെ ഞാൻ രാഷ്ട്രീയത്തിൽ വരണം എന്നൊന്നും വിചാരിച്ചിട്ട് പറഞ്ഞതല്ല, അത് നിഷ്കളങ്കമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ എനിക്കിങ്ങനൊരു കാര്യം വിളി വന്നപ്പം ആ നിയോഗം എനിക്കാണ്. എൻ്റെ നാട്ടിൽ തന്നെ കിട്ടിയപ്പം ഉറപ്പിച്ച് പൂർണ്ണത്രേഷന് എനിക്ക് തന്ന ഓഫറാണ് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഞാനിപ്പോൾ 37 വർഷം ഈ ഭൂമിയിൽ വന്നിട്ട് എനിക്ക് ഇതുവരെ ഒരു മാറ്റം ഉണ്ടതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയം എന്നൊരു മേഖലയിൽ വന്നതുകൊണ്ട് മാത്രം എന്തിനാണ് നമ്മൾ മാറുന്നത്? ഞാനിങ്ങനെയാണ്, വളരെ സാധാരണക്കാരിയാണ്, എല്ലാവരോടും ഒരേപോലെ ഇടപഴകുന്നതാണ്. അത് ഏത് മേഖലയിലാണെങ്കിലും, ബിസിനസ്സിലാണെങ്കിലും സിനിമയിലാണെങ്കിലും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത് ഈ ഒരു മേഖലയിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ഇവരിലൊരാളായിരിക്കും. തൃപ്പൂണിത്തുറയിലെ ഒരു സാധാരണക്കാരിയായിട്ട് തന്നെയാണ്, സിനിമാക്കാരിയായിട്ട് കാണരുതെന്ന് ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം കൂടിയാണ്.